പ്രിയപ്പെട്ടവരെ, ഇന്ന് താനൂരിൽ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ അദ്ദേഹം ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ അദ്ദേഹം ഇന്ത്യയുടെ പൈതൃകം തൊട്ടറിയുക എന്ന ഉദ്ദേശം കൂടിയാണ് അദ്ദേഹത്തിനുള്ളത്. ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ പല വിശേഷണങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് ഞാനിവിടെ പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് തന്നെ പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നസീബ് റബ്ബാനി, അതെ. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? അതായത് ഇന്ത്യ ഒന്ന് അനുഭവിക്കുക. യാത്രയുടെ ഒരു പ്രധാന പ്രചോദനം എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 വർഷം പഞ്ചാബിലായിരുന്നു. പഞ്ചാബിലെന്ന് വെച്ചാൽ വില്ലേജിലൂടെ ഗ്രാമാന്തരമുള്ള യാത്രകളായിരുന്നു. അപ്പോൾ യാത്രയുടെ എല്ലാ പ്രയാസങ്ങളും സന്തോഷങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അനുഭവിക്കാനും ആസ്വദിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 1 വർഷം നമ്മൾ സൈക്കിളിലായിരുന്നു. ഞാനും ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, വടകര സ്വദേശി അൻസാർ റബ്ബാനി. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രയോട് ഭയങ്കര ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ഓൾമോസ്റ്റ് പഞ്ചാബിലെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കവർ ചെയ്തു. അങ്ങനെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാന്നുള്ളത്. അങ്ങനെ അൽഹംദുലില്ലാഹ് കുറച്ചായി സ്റ്റാർട്ട് ചെയ്തിട്ട്, ഒരു 5 മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടക്കാലത്ത് നമ്മുടെ വണ്ടിൻ്റെ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തു. സത്യം പറഞ്ഞാൽ ഇതൊരു സ്വപ്ന യാത്ര, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള യാത്രയല്ല, മറിച്ച് അങ്ങനെ ഒരു ഇറങ്ങി പുറപ്പെടലുണ്ടല്ലോ, അങ്ങനെ ആണ് ഈ യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്രയുടെ എക്സ്പെൻസ് ഞാൻ കണ്ടെത്തുന്നത് വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യും, പെർഫ്യൂം സെയിൽ ചെയ്യും. നമ്മൾ എവിടെയാണോ എത്തുന്നത് അന്ന് അവിടെ വൈകുന്നേരം, രാവിലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ വന്ന് പരിചയപ്പെട്ടല്ലോ. അപ്പോൾ അതുപോലെ ഇവിടുത്തെ പൈതൃകങ്ങൾ, ഇപ്പോൾ താനൂരെത്തിയപ്പോൾ താനൂർ നാട്ടുമൂലിനെ കുറിച്ച് പഠിച്ചു, തിരൂർ മാർക്കറ്റ്, അതുപോലെ കഴിഞ്ഞ ദിവസം പൊന്നാനിയായിരുന്നു. ആ പൊന്നാനിയിലെ മത്സ്യ തൊഴിലാളികളും അവരുടെ കടൽ ജീവിതത്തെക്കുറിച്ചും ഇതൊക്കെ പഠിക്കും. അതോടൊപ്പം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നസീബ് റബ്ബാനി എന്ന ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റഗ്രാം വഴി അക്കൗണ്ട്, അതുപോലെ യൂട്യൂബിൽ മുസാഫിർ ഓഫ് ദുനിയ ചാനൽ വഴി എന്ത് ചെയ്യും നമ്മൾ പരിചയപ്പെടുത്തും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. യാത്രയുടെ റൂട്ടുകൾ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി. യാത്രയുടെ റൂട്ടുകൾ നമ്മുടെ വണ്ടിയുടെ മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്തതായി ഇപ്പോൾ ഇൻഷാ അല്ലാഹ് 1 മാസത്തിനകം നമ്മൾ കേരളം വിടും. യാത്രയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേരളം ഇൻഷാ അല്ലാഹ് 1 മാസത്തിനുള്ളിൽ കേരളം കവർ ചെയ്യും. ഇപ്പം കേരളത്തിലെ 10 ജില്ലകൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് കന്യാകുമാരി മുതൽ മലപ്പുറം